ഫോൺ. അച്ഛാ, വിഷ്ണുവേട്ടനാ. അച്ഛനെ കുട്ടിയോട് സംസാരിച്ചിരിക്കെ, അപ്പോഴേക്കും ഞാൻ വന്നു. ഹലോ വിഷ്ണുവേട്ടാ. ഹലോ. ഹായ് മീര. എത്ര നേരം ഞാൻ ട്രൈ ചെയ്യുന്നു എന്നറിയോ? വരൂ, അകത്തേക്ക് ഇരിക്കാം. അവളുടെ വിവാഹത്തിന് വാങ്ങിച്ച നെക്ലസാ മോളുടെ കൈ പെട്ടുപോയത്. സാറ് ക്ഷമിക്കണം. അന്നത്തെ ആ സിറ്റുവേഷനിൽ ഞാൻ ആകെ അപ്സെറ്റ് ആയിരുന്നു. അതുകൊണ്ട് കവറ് കയ്യിൽ പെട്ടുപോയ കാര്യം ഞാൻ അറിയാഞ്ഞത്. സാരമില്ല, മോൾ ഇരിക്കേ. എന്തായാലും മോളത് തിരിച്ചു തന്നല്ലോ. മറ്റാരുടെങ്കിലും കയ്യിലാണ് കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷെ എനിക്കത് തിരിച്ചു കിട്ടില്ലായിരുന്നു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഇവിടം വരെ വന്നതല്ലേ, എന്റെ മോളെ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോവാം. മോളെ, മോളെ, മോളെ. ഇപ്പൊ വരാച്ചാ. ദേ, ആ കുട്ടി പോവാൻ നിൽക്കുന്നു. ഒരു മിനിറ്റ്. എന്നിട്ട് മോളിരിക്കേ. അവള് കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. ഇപ്പൊ വരും. പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്. ഇതെന്താ ഇങ്ങനൊക്കെ പറയണേ? ചോദിക്കാൻ മറന്നുപോയി. എന്താ മോളുടെ പേര്? പാർവതി. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. എന്തെങ്കിലും ജോലി കിട്ടുമോ എന്നുള്ള അന്വേഷണത്തില്ല. ഏതുവരെ പഠിച്ചു? ബിടെക്. എന്റെ മകളും അതെ, ബിടെക്കാ. ഒരു മിനിറ്റ്. എന്റെ വിസിറ്റിംഗ് കാർഡാ. പാർവതിക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം. ബയോഡേറ്റയുമായിട്ട് സൗകര്യമുള്ളൊരു ദിവസം ഓഫീസിൽ വന്നാൽ മതി. ജോലി നമുക്ക് അവിടെ തന്നെ ശരിയാക്കാം. ഒരു മിനിറ്റ് മോളെ, ആ കുട്ടിക്ക് പോയിട്ട് എന്തോ അത്യാവശ്യമുണ്ടെന്ന്. മോളെ, ആര്? ഏത് പെൺകുട്ടി? അവൾ അവിടെ ഇരിക്കും, നമുക്ക് സംസാരിക്കാം. ആ കുട്ടി പോയിക്കോട്ടെ. ശരി അച്ഛാ, അതൊക്കെ എനിക്ക് അറിയാവുന്നല്ലേ വിഷ്ണുവേട്ടാ. എന്നാ പിന്നെ ഒരിക്കലാവാം. അവര് തമ്മിൽ സംസാരിക്കാൻ തുടങ്ങിയ പിന്നെ അങ്ങനെയാ, ഫോൺ താഴെ വെക്കില്ല. പാർവതി പിന്നെ ഒരിക്കൽ വരും. എന്നാ ഞാൻ ഇറങ്ങട്ടെ സർ. ശരി, ഞാൻ പിന്നെ വിളിക്കാം. I'll call you later. Okay, bye. പിന്നെ വരുമ്പോ ബയോഡേറ്റ കൊണ്ടുവരാൻ മറക്കണ്ട. ശരി സർ. വിഷ്ണു, എന്താ വിഷ്ണു അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഒന്ന് കേറിയിട്ട് പോവാം. ഇല്ല, ഇപ്പോഴില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് കോടതി വരെ ഒന്ന് പോണം. അതിനെന്താ, ഒന്ന് കേറിയിട്ട് പോവാം. പിന്നെ ആവട്ടെ, ക്ലയൻസ് കാത്തിരിക്കുക. ഓക്കെ, ശരി. ഓക്കെ, ബൈ.
എന്താടാ നേപ്പാളി? ഞാൻ പിന്നെ വിളിക്കാം. എടാ, അവൾ എവിടെ ഉണ്ടായിരുന്നു? ആ പാറു എന്റെ കൺമുമ്പിൽ നമ്മൾ രക്ഷപ്പെട്ട് കളഞ്ഞു. വിട്ടില്ല ഞാൻ. നോക്കട്ടെ, രക്ഷപ്പെടാൻ സമ്മതിക്കില്ലേ ഈ വിഷ്ണുവർദ്ധൻ? ആ, ഞാൻ പിന്നെ വിളിക്കാം. ശ്രീ വിജയലക്ഷ്മി സിൽസ് അവതരിപ്പിക്കുന്നു വൃന്ദാവനം.